السلام عليكم ورحمة الله. الحمد لله رب العالمين الذي لم يتخذ ولدا ولم يكن له شريك في الملك. اللهم صل وسلم وزد وبارك على من لا نبي بعده وعلى آله وصحبه الطيبين الطاهرين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ നല്ലവരായ അടിമകൾക്ക് അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്ന സ്വർഗം കരസ്ഥമാക്കാൻ തൗഫീഖ് ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇന്ന് ദീൻ എന്ന് പറയുന്ന ആയത്താണ്. നമ്മളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചില പണ്ഡിതന്മാരൊക്കെ അവർ വല്ലാതെ ദ്രോഹിച്ച സത്യം പറഞ്ഞതിന്റെ പേരിൽ അള്ളാഹുവിന്റെ ദീനിനെ മറ്റൊരാൾക്ക് എത്തിച്ചു കൊടുക്കാൻ പരിശ്രമിച്ചതിന്റെ പേരിലൊക്കെ പലരും പ്രയാസപ്പെടുത്തിയപ്പോ അള്ളാഹുൽ അചഞ്ചലമായ വിശ്വാസം പ്രകടിപ്പിക്കുന്ന ഒരു വർത്തമാനമായിട്ട് ഉപയോഗിച്ചൊരു പദമായിരുന്നു ഈ മാലിക് യൗമിദ്ദീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മാലിക് യൗമിദ്ദീൻ എന്ന് പറയും. അതിന്റെ മലയാളം എന്ന നിലക്ക് അവർ പറയും, പരലോകം ഉണ്ടാക്കിയ, വിചാരണ ദിവസത്തെയും പ്രതിഫലത്തെയും ഉണ്ടാക്കിയ പടച്ചോനെ നിനക്ക് സർവസ്തുതി എന്ന് പറയും. ഉമർ മൗലവി റഹ്മത്തുള്ളാഹി അങ്ങനെ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം അതൊരു വലിയ ആശ്വാസമാണ്, ഒരു വലിയ സന്തോഷമാണ് ഈ മാലിക് യൗമിദ്ദീൻ. എന്നാൽ അതോടൊപ്പം തന്നെ ഏറെ ഭയമുണ്ടാക്കുന്ന ഒരു കാര്യവുമാണ് ഈ മാലിക് യൗമിദ്ദീൻ. എന്താണ് ഈ മാലിക് യൗമിദ്ദീൻ? അതിന് മലയാളത്തിൽ നമ്മൾ അർത്ഥം പറയുകയാണെങ്കിൽ പ്രതിഫല നാളിന്റെ മാലിക്, ഉടമസ്ഥൻ എന്ന് പറയാം. ചില കാരികൾ മലിക് യൗമിദ്ദീൻ എന്നും പാരായണം ചെയ്യാറുണ്ട്. മാലികി എന്ന് പറയുന്നതിന് പകരം മലിക് യൗമിദ്ദീൻ. രണ്ടും ശരിയാണ്, രണ്ട് നിലക്കും അത് പാരായണം ചെയ്യാം. എന്നാൽ സാധാരണ നമ്മുടെ മുസ്ഹഫിലൊക്കെ ഉള്ളത് മാലിക് യൗമിദ്ദീൻ എന്ന് തന്നെയാണ്. അങ്ങനെ തന്നെ പാരായണം ചെയ്യാണ് നല്ലത്. കാരണം പിന്നിൽ നിസ്കരിക്കുന്ന ആളുകൾക്ക് ഒരു പക്ഷേ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലുള്ള ആളുകൾക്ക് മലിക് യൗമിദ്ദീൻ എന്നൊരു പാരായണം അത്ര അറിഞ്ഞോളണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകണ്ട. നമ്മളൊക്കെ ഇമാമ് നിൽക്കുകയാണെങ്കിൽ ആളുകളെ കൺഫ്യൂഷനാക്കി. ചില ആൾക്കാർക്ക് അങ്ങനെയുണ്ട്, പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ അതിങ്ങനെ പെട്ടെന്ന് തന്നെ ആൾക്കാർ ഇവരങ്ങോട്ട് പറയണം എന്നൊരു ധാരണ. ആളുകളുടെ അവസ്ഥയും അവരുടെ പരിധിയും ഒന്നും മനസ്സിലാക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വലിയൊരു കാര്യമുണ്ട്. എന്താ വെച്ചാല്, നിങ്ങള് ജനങ്ങളോട് സംസാരിക്കുമ്പോൾ അവരുടെ അറിവും തലവും അനുസരിച്ച് സംസാരിക്കണമെന്നാണ്. എന്ന് വിചാരിച്ച ഒരാൾക്ക് തൗഹീദ് അറിയാത്ത ഒരാളോട് തൗഹീദ് പറയേണ്ടതെന്നല്ല, മറിച്ച് ഇത്തരം കാര്യങ്ങൾ, ഗവേഷണാത്മകമായ കാര്യങ്ങളും അതുപോലെ തന്നെ ആളുകളുടെ മുമ്പിൽ അത് പറഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അവരിപ്പോഴും ശരി തന്നെയാണ്, മറ്റൊരു ശരി കൂടെ അതിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഉള്ള ശരിയെ മാറ്റിങ്ങിട്ട് തുടച്ചു നീക്കിയിട്ട് വേറെ ഒന്നും കൊണ്ടുവരുത്തേണ്ട ആവശ്യമില്ല. അത് ആക്കം പോലെ ഒരു അറിവെന്ന നിലക്ക് പകർന്നു നൽകിയാൽ മതി, അവസരങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി. എന്നാൽ ചിലപ്പോ ചില ആളുകൾ അതൊക്കെ മറന്നിട്ട് എന്ത് ചെയ്യും, എനിക്കിത് അറിയാം എന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഒരു പുതിയ ഇല്ല. അതൊക്കെ അത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അതിൽപ്പെട്ട ഒന്നാണ് ഈ മലിക് യൗമിദ്ദീൻ. അത് വിദേശ രാജ്യങ്ങൾ അല്ലെങ്കിൽ പിന്നെ കാരികളുടെ, ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളുടെ ഖിറാഅത്ത് നിരന്തരം ശ്രദ്ധിക്കുന്ന
ക്കുന്ന ആളുകൾക്ക് ഇങ്ങനത്തെ ചില പ്രയോഗങ്ങൾ ഖുറാനിലൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണുമ്പോൾ അവർക്ക് പ്രയാസം തോന്നില്ല. കാരണം ഇങ്ങനെ ഉണ്ട്, സംഭവം ഉണ്ട് എന്നറിയും. ഇല്ലാത്തൊരാൾക്ക് നിങ്ങൾ പെട്ടെന്ന് തന്നെ അവരിങ്ങനെ ഒന്നാം ക്ലാസ് മുതൽ ഈ ഇതുവരേക്കും ജീവിതത്തിൽ 10, 60, 75 ഒക്കെ വയസ്സായ ആൾക്കാരുണ്ടാവും ചിലപ്പോൾ. അപ്പൊ അവരിതുവരെ കേട്ടു പോകുന്നത് മാലിക് യൗമിദ്ദീൻ എന്നായിരിക്കും. പെട്ടെന്ന് അവരെ മുമ്പിൽ വെച്ച് അവരെ മലിക് യൗമിദ്ദീൻ ഓതിയാൽ എന്തായിരിക്കും അവസ്ഥ? എന്താ ഖുർആനിൽ തിരുത്തോ എന്ന് ചോദിക്കും. അപ്പോ അത് അത്തരം കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണെന്ന് അർത്ഥം. ശരി, ഈ എന്താണ് പ്രതിഫല നാളിന്റെ ഉടമസ്ഥൻ എന്ന് പറഞ്ഞാൽ? എന്താണ് പ്രതിഫല നാള്? അതൊരു വല്ലാത്ത സമയം തന്നെയാണ്, വല്ലാത്ത ദിവസമാണ്. ആ ദിവസത്തെ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു അതിനിട്ട ചില പേരുകളുണ്ട്, ഖുറാനിലൂടെ വിളിച്ച കുറെ പേരുകൾ. ആ പേരുകൾ മാത്രം നമ്മൾ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ തന്നെ എന്താണ് യൗമുദ്ദീൻ, പ്രതിഫല നാള് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ പ്രതിഫല നാള് എന്താന്ന് മനസ്സിലാക്കുന്നതോടുകൂടെ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുക ചെയ്യും. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ തൗഹീദ് അംഗീകരിച്ച ഒരു മനുഷ്യൻ, ഒരു മുസ്ലിം, അല്ലെങ്കിൽ തൗഹീദ് അംഗീകരിക്കാത്ത ഒരാളാണെങ്കിലും ശരി, അയാൾക്ക് തൗഹീദ് അംഗീകരിക്കാൻ അയാളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം കൂടെയാണ് ഈ യൗമുദ്ദീൻ എന്നത്, പ്രതിഫല നാള് എന്നുള്ളത്. അങ്ങനത്തെ ഒരു ദിവസം അല്ലെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒക്കെ പറഞ്ഞു എന്ന് പറയുന്നൊരു കവിത ഉണ്ട്. എന്താന്ന് വെച്ചാല്, ലൈതനി കുന്തു സ്വബിയ ലൈതനി കുന്തു അത്തീർ, ഞാനൊരു ചെറിയ കുട്ടിയായിരുന്നു, ആ കുട്ടിപ്രായം കണ്ട് വിടാതെ നീതെങ്കിൽ എത്ര നന്നായിരുന്നു. ഞാനൊരു പറന്ന് കളിക്കുന്ന ഒരു പറവയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നൊക്കെ പറയാം. എന്തായി, പറവകൾക്ക് പിന്നെ പ്രത്യേകിച്ച് വിചാരണയൊന്നുമില്ല, ചെറിയ കുട്ടികൾക്ക് വിചാരണ അല്ല, അവർ സ്വർഗത്തിൽ തന്നെയാണ്. കാരണം ഈ വിചാരണ എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത സംഭവമാണ്. നോക്കൂ നിങ്ങൾ, ആ വിചാരണയെ കുറിച്ച് അള്ളാഹു പറഞ്ഞ ഒരു പേര്, അല്ലെങ്കിൽ ഒരു ഈ മാലിക് യൗമുദ്ദീനെ പറ്റി പറഞ്ഞൊരു പേര് യൗമുൽ ഹിസാബ്, കണക്ക് നോക്കുന്ന ദിവസം. കണക്ക് നോക്കുന്ന ദിവസം, അന്ന് കണക്ക് നോക്കുകയാണ്. ആ കണക്ക് നോക്കുന്ന ദിവസത്തെ കുറിച്ച് ആരൊക്കെ അശ്രദ്ധരാണോ അവർ കാര്യമായിട്ടൊന്നും സമ്പാദിച്ചിട്ടുണ്ടാവില്ല. കണക്ക് നോക്കത്തെ കുറിച്ച് ആരുടെ ശ്രദ്ധയിലുണ്ടോ അയാൾക്ക് കാര്യമായി സമ്പാദിക്കാനും കഴിയും. അള്ളാഹു പറയണം സൂറത്ത് സ്വാദിലൂടെ, ഇന്നല്ലദീന യളില്ലൂന അൻ സബീലില്ലാഹി ലഹും അസാബുൻ ശദീദുൻ ബിമാ നസൂ യൗമൽ ഹിസാബ്. ഇന്നല്ലദീന യളില്ലൂന അൻ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തീർച്ചയായും വഴിപിഴച്ചു പോയ ആളുകൾ, ലഹും അദാബുൻ ശദീദ്, അവർക്ക് അതികഠിനമായ ശിക്ഷയുണ്ട്. എന്തുകൊണ്ടാ അവർ വഴിപിഴച്ചു പോയതെന്നോ, ബിമാ നസൂ യൗമൽ ഹിസാബ്, യൗമുൽ ഹിസാബിനെ പറ്റി അവർ മറന്നുപോയി. അവരുടെ ഓർമ്മയുടെ തലത്തിൽ, അവരുടെ ഓർമ്മയുടെ അവസ്ഥ അവർക്ക് ഇല്ലാതെ ആയിപ്പോയി, മറന്നുപോയി. ഹിസാബിനെ പറ്റി മറന്നുപോയി എന്തും ചെയ്യും, എന്തും പറയും, എന്തും പ്രവർത്തിക്കാനുള്ള ലൈസൻസായി അല്ലെ? അതെ, ഹിസാബിന്, ആ യൗമുൽ ഹിസാബിനെ പറ്റി മറന്നുപോയാൽ പിന്നെ ഒരു വിശ്വാസിക്ക് വിശ്വാസിയായി ജീവിക്കാൻ കഴിയില്ല. എന്തെങ്കിലും അബദ്ധങ്ങൾ സംഭവിച്ചാൽ എന്തുകൊണ്ടാണ് നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയണത്? ആ പറഞ്ഞ കാര്യം, ചെയ്ത കാര്യം, ആ അബദ്ധം അതവിടെ ഉണ്ടാവും, ഒന്നും നഷ്ടപ്പെടാതെ സൂക്ഷിക്കപ്പെടും. അതുകൊണ്ടാണ് നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ് പറയണത്. എന്നത് മറന്ന ഒരാളാണെങ്കിലോ അയാൾക്ക് പിന്നെ അസ്തഗ്ഫിറുല്ലാഹ് അല്ല, അയാൾക്ക് നേരൊന്നും അറിയൂല, അയാൾക്ക് ധാർമ്മികതയും അധാർമികതയും ഇല്ല, അല്ലേ? അതെ. അപ്പൊ യൗമുൽ ഹിസാബിനെ പറ്റി ബോധ്യമുള്ള ഏതൊരാളും അയാളുടെ ജീവിതത്തിൽ സമ്പാദിക്കും, ഇല്ലാത്ത ആളോ സമ്പാദിക്കൂല. ആ യൗമുൽ ഹിസാബ് ഒരു അനിവാര്യമാണ് താനും. കാരണം എന്താ, ആ യൗമുൽ ഹിസാബ് ഉള്ളത് കൊണ്ടാണ് വിശ്വാസികളായ ആളുകൾക്ക് ഒരു സമാധാനം ഉള്ളത്. കാരണം മറ്റുള്ള ആളുകൾ സുഖലോലുപതയുടെ ജീവിതം എന്ന് പറഞ്ഞ ദുനിയാവിനെ ആസ്വദിക്കുമ്പോൾ നമ്മൾക്ക് അള്ളാഹു നൽകിയ വേലിക്കെട്ടുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ ദുനിയാവിനെ സ്വീകരിക്കുന്നുള്ളൂ. അള്ളാഹ് അരുതേന്ന് പറഞ്ഞിടത്തേക്ക് നമ്മൾ പോകുന്നില്ല.
അള്ളാഹ് മതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറക്കം മതിയാക്കി നമ്മൾ പിന്നെ എഴുന്നേൽക്കുകയാണ് അല്ലെ. ബാങ്ക് വിളിച്ച സുബഹിന് ബാങ്ക് വിളിച്ചത് നമ്മുടെ ശ്രദ്ധയപ്പെട്ട പിന്നെ നമ്മൾ കടക്കൂല. എന്തേ? അത് വരും. ആരും അറിയില്ല. ചിലപ്പോ നമ്മൾ കടന്നുറങ്ങിയാൽ നമ്മുടെ കൂട്ടുകാരോ നമ്മുടെ നാട്ടുകാരോ നമ്മുടെ പ്രവാസി ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മളെ മക്കളോ അടുത്ത ബന്ധുക്കളോ ഒന്നും അറിയില്ല. സുബഹിക്ക് നിൽക്കുമ്പോൾ വലിയ കാണാനൊക്കെ നല്ല മുത്തവയായിരിക്കും, കാണാനൊക്കെ നല്ല എന്താ പറയാ നല്ല ദീനായിട്ട് സംസാരത്തിലൊക്കെ ഭയങ്കര ദീനയിക്കാരോ. പക്ഷെ സുബഹി ബാങ്ക് കൊടുക്കുമ്പോൾ കടന്നുറങ്ങണേ. അവിടുന്ന് അതങ്ങോട്ട് എഴുന്നേൽക്കണമെങ്കിൽ ഉണ്ടല്ലോ, അത് യൗമുൽ ഹിസാബിനെ പറ്റി ഒരു ബോധം വേണം. ആ ബോധം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് എഴുന്നേൽക്കാൻ കഴിയുള്ളൂ. അതെ, ഹുവൽ അദാലത്തുൽ ഇലാഹിയ്യ. ഈ യൗമുൽ ഹിസാബ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ നീതി നടപ്പാക്കാനുള്ള ഒരു വേദിയാണ്. ആ ലോകം എവിടെ നിറയും? അള്ളാഹു മറ്റൊരു പദവി ഉപയോഗിച്ചത് യൗമുൽ ആഖിർ എന്നാണ്. മറ്റൊരു ദിവസം. ഇന്ന് കാണുന്നതൊന്നുമല്ല, ഇന്ന് കാണുന്ന അവസ്ഥയല്ല, ഇന്ന് കാണുന്ന ഈ കാരുണ്യത്തിൽ നമ്മൾ മുങ്ങിക്കുളിക്കുന്ന ഈ സാഹചര്യമൊന്നും യൗമുൽ ഹിസാബിന് ഉണ്ടാവില്ല. അന്ന് യൗമ ലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ ശൈആ വൽ അംറു യൗമഇദിൻ ലില്ലാഹ്. അന്ന് ഒരാളും മറ്റൊരാൾക്ക് ഒന്നും ഉടമപ്പെടുത്തില്ല. കാര്യങ്ങളൊക്കെ അല്ലാഹ് എന്താണോ തീരുമാനിച്ചത് അതുപോലെ നടക്കും. അതുകൊണ്ട് തന്നെ അള്ളാഹു ആ ദിവസത്തിന് പേര് വിളിച്ചെന്താ അറിയോ? ദാലിക യൗമുൽ ഫസ്ൽ. അത് തീരുമാനത്തിന്റെ ദിവസമാകുന്നു. അന്നാണ് തീരുമാനിക്കും. ആ തീരുമാനത്തിന് പിന്നെ മാറ്റല്ല. സ്വർഗത്തേക്കാണെങ്കിൽ സ്വർഗത്തേക്ക്, നരകത്തേക്കാണെങ്കിൽ നരകത്തേക്ക്. നരകത്ത് നിന്നിട്ട് അവനെ കുറച്ച് കഴിഞ്ഞ് സ്വർഗത്തേക്കാക്കണം, ഒക്കെ തീരുമാനിക്കാൻ അള്ളാഹു തീരുമാനിക്കുന്ന യൗമുൽ ഫസ്ൽ എന്നാണ് ആ ദിവസത്തെ കുറിച്ച് പറഞ്ഞത്. ആ യൗമുൽ ഫസ്ൽ കഴിഞ്ഞാൽ ചില ആളുകൾക്ക് എന്താവും അറിയോ? സന്തോഷത്തിന്റെ ദിവസമായിരിക്കും. വേറെ ചില ആളുകൾക്കോ അള്ളാഹു പേര് വിളിച്ചു യൗമുൽ അത്തഗാബുൻ. യൗമ യജ്മഉകും ലിയൗമിൽ ജംഅ് ദാലിക യൗമുത് തഗാബുൻ. നിങ്ങളെല്ലാരും എല്ലാവരും ഒരുമിച്ച് കൂട്ടുന്ന ദിവസത്തെ ഒരുമിച്ച് കൂട്ടും. ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താ അറിയോ? ദാലിക യൗമുത് തഗാബുൻ. അത് നഷ്ടം കൃത്യമായി വെളിപ്പെടുന്ന ഒരു ദിവസമായിരിക്കും. നഷ്ടബോധം ഉണ്ടാകുന്ന അല്ലെ? എപ്പോഴാണ് നഷ്ടബോധം ഉണ്ടാവുക? ഹിസാബിനെ പരലോകത്തെ വിചാരിക്കാതെ ജീവിച്ചവർക്ക്. പടച്ചോനെ, ആ കിട്ടിയ കുറച്ച് സമയം അതങ്ങോട്ട് ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ശാശ്വതമായ ജീവിതം എനിക്ക് സംഭവ ബഹുലക്കായിരുന്നല്ലോ അല്ലെ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളൊക്കെ ഈ ഭൂമി ലോകത്ത് വന്നിട്ട് എത്ര കാലമായി? ചില ആൾക്കാർ 30 വയസ്സ്, 35 വയസ്സ്, 40 വയസ്സ്, 60 വയസ്സൊക്കെ ആയാൽ ഈ നമ്മൾ പറയാൻ ഒരു 5 കൊല്ലം ഇനി നമുക്ക് ഒരു കാര്യത്തിന് നമ്മൾ പ്ലാൻ ചെയ്താൽ 5 കൊല്ലം ഉണ്ടെന്ന് വിചാരിക്കും. കഴിഞ്ഞു പോയാൽ 40 കൊല്ലോ 50 കൊല്ലോ ഒന്നും അല്ല അല്ലെ? എത്ര എളുപ്പ നമ്മളെ കുട്ടിക്കാലം, നമ്മുടെ സ്കൂളിൽ പോയ ഓർമ്മകളൊക്കെ നമ്മൾ ഇങ്ങനെ വരികയാണെങ്കിൽ എത്ര എളുപ്പമാണ് അതൊക്കെ കഴിഞ്ഞു പോയത്. ഇനി അത്ര കാലം നമുക്ക് ജീവിക്കാനുണ്ടോ? ഇല്ല. നമ്മളെന്താ വിചാരിക്കണേ? ഒരുപാട് കാലം ഉണ്ട് എന്നാണ്. എനിക്കൊന്നും മരിക്കാനായില്ല എന്നാണ്. കുറച്ച് നമ്മള് പല ആളുകളുടെ മരണവാർത്ത ഇങ്ങനെ അറിയുമ്പോ നമുക്ക് തോന്നണത് എന്താ അറിയോ? ഞാനൊന്നും ആയില്ല, എനിക്കൊക്കെ ഇനി പറയാനുണ്ട്, എനിക്കിനി കുറെ സമയമുണ്ട്. സഹോദരങ്ങളെ, ഇല്ല. അതെപ്പോഴാ നമ്മൾ തിരിച്ചറിയാ? ആ തിരിച്ചറിയുന്നിടത്താണ് പരലോകത്തെ കുറിച്ചുള്ള ഓർമ്മ നമുക്ക് വരിക. അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. അല്ല നമ്മുടെ മുഖത്തേക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസാ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ നാം വെറുതെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന്? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. എന്റെ അടുക്കലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയില്ല എന്നും നിങ്ങൾ വിചാരിക്കുന്നുവോ? എങ്കിൽ അങ്ങനത്തെ ഒരു വിചാരം വേണ്ടട്ടോ. നമുക്കറിയാം നമ്മൾ പോകും, നമ്മൾ മരിക്കും. എന്നാലും എന്താ അറിയങ്ങള് ആവണില്ല. നോക്കൂ നിങ്ങൾ, അള്ളാഹു ആ ദിവസത്തെ വിളിച്ച മറ്റൊരു പേരുണ്ട്. എന്താണെന്നറിയോ? യൗമ തബിയല്ലുൽ വുജൂഹ് വതസ്വദ്ദു വുജൂഹ്. യൗമ തബിയല്ലു വുജൂഹ്. മുഖങ്ങളൊക്കെ പ്രകാശപൂരിതമാകുന്ന ദിവസം. അതേസമയം തന്നെ വതസ്വദ്ദുൽ വുജൂഹ്. വേറെ ചില മുഖങ്ങൾ ഉണ്ടാവും, അവരന്ന് ഇരുണ്ടു പോകും, കറുത്തിരുണ്ടു പോകും. അപ്പൊ ആ ദിവസത്തിന്റെ ഭയാനകത ഒന്ന് ആലോചിച്ച് നോക്കൂ. അതുപോലെ തന്നെ ആ ദിവസത്തെ അള്ളാഹു വിളിച്ച മറ്റൊരു പേരെന്താ അറിയോ? യൗമ തുബ്ലസ് സറായിർ. രഹസ്യങ്ങൾ മുഴുവനും വെളിക്ക് കൊണ്ടുവരുന്ന ദിവസം. അതാണ് ഈ യൗമുദ്ദീൻ.
അതാണ് യൗമുദ്ദീൻ. പ്രതിഫലം നൽകപ്പെടും. എങ്ങനെ? വെറുതെ ഇങ്ങനെ ഏർപ്പാടാണോ? അല്ല, മറിച്ച് യൗമ തുബ്ലസ് സറായിർ, രഹസ്യം എന്ന് പറഞ്ഞത് എന്തുണ്ടോ അതൊക്കെ പരസ്യം. നമ്മുടെ ജീവിതത്തിൽ പിന്നെ ഒന്നുമില്ല, രഹസ്യങ്ങളും എല്ലാം പരസ്യമാവുന്ന ഒരു ദിവസം. നോക്കൂ നിങ്ങൾ, ഈ ഒരു ദിവസത്തെ വളരെ ഗൗരവത്തോടു കൂടെ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഉൾക്കൊണ്ടേ പറ്റൂ, അതുണ്ട്. ഇതറിഞ്ഞ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെക്കുറിച്ചൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോഴേ നമുക്ക് അതിനെക്കുറിച്ചുള്ള ഒരു ആലോചന ഉണ്ടാവുള്ളൂ. വെറുതെ ഞാൻ പറയല്ലോ കേട്ടോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. എന്ത്? നിങ്ങൾ ആലോചിക്കണം. സർവ ആസ്വാദനങ്ങളെയും കെടുത്തിക്കളയുന്ന ഒരു ദിവസം നിങ്ങൾക്ക് വരാണ്ട്. ഹാദിമുല്ലദാത്ത്, മുഴുവൻ ആസ്വാദങ്ങളും. അത് ആ ദിവസത്തെ നിങ്ങൾ ഓർക്കണം. ആ ഓർക്കുന്നതോടുകൂടെ നിങ്ങൾക്ക് പരിവർത്തനം ഉണ്ടാവും. അല്ല, ഞാനൊരു മുസ്ലിമാണ്, ഞാൻ മുവഹിദാണ്, ശിർക്കുള്ള തൗഹീദ് അതുപോലെ തന്നെ ബിദ്അത്തില്ലാതെ അങ്ങനെ പോയാലോ? ഇല്ല, നമുക്ക് വിശുദ്ധരാകാൻ കഴിയില്ല. മറിച്ച് പരലോകത്തെക്കുറിച്ച്, മരണത്തെക്കുറിച്ച് ഒരു ചിന്തയുണ്ടോ, അവർക്കേ വിശുദ്ധരാകാൻ കഴിയുള്ളൂ, അവർക്കേ വിജയിക്കാൻ കഴിയുള്ളൂ. എന്താ കാരണം എന്നറിയോ? അതൊരു ആ ദിവസത്തെ കുറിച്ച് അള്ളാഹു പറയാണ്, ഈ പ്രതിഫലം നൽകപ്പെടുന്ന രൂപത്തെ കുറിച്ച് പറയാണ്, വനളഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ ഫലാ തുളമു നഫ്സുൻ ശൈആ വഇൻ കാന മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ അത്തൈനാ ബിഹാ വകഫാ ബിനാ ഹാസിബീൻ. വളരെ നീതിയോടുകൂടെ, ഒരു നിലക്കും അക്രമമില്ലാത്ത, ഒരു നിലക്കും ഒരാളോടും ഒരു അതിക്രമം കാണിക്കാത്ത തുലാസ്, വളരെ നീതിയോടുകൂടെ തൂക്കപ്പെടുന്ന ഒരു തുലാസ് അത് കൊണ്ടുവരും യൗമുൽ ഖിയാമയിൽ. അത് ഒരാൾക്കും ഒരക്രമം ചെയ്യില്ല. അവരെന്താണോ ചെയ്തത് അത് അവർ കാണും. വഇൻ കാന മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ, കടുകില്ലേ, ഭാരമില്ലാത്തൊരു സാലേ, ആ കടുകിന്റെ അത്രേ ഉള്ളൂ നമ്മൾ ചെയ്തെങ്കിൽ അതുണ്ടാവും. അത്തൈനാ ബിഹാ, അതുമായി നാം വരുന്ന, ഞാനത് കൊണ്ടുവരും. അള്ളാഹു പറയാൻ, വകഫാ ബിനാ ഹാസിബീൻ, ഈ ആളുകളൊക്കെ വിചാരണ ചെയ്യാനേ നമ്മൾ തന്നെ മതി. എല്ലാ കാര്യങ്ങളും അള്ളാഹു കൊണ്ടുവരുന്ന. ഇതിങ്ങനെ കൊണ്ടുവരുന്ന സമയത്താണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്, വവുളിഅൽ കിതാബു ഫതറൽ മുജ്രിമീന മുഷ്ഫിഖീന മിമ്മാ ഫീഹി. അല്ലേ? എല്ലാ ആളുകളും അവർക്ക് അവരുടെ ഗ്രന്ഥങ്ങൾ കൊടുക്കുന്ന സമയത്ത് അവർ പറഞ്ഞ വർത്താനം, യാ വൈലത്തനാ മാലി ഹാദൽ കിതാബ്, ഓ എന്താണ് ഈ പുസ്തകം? അവരെ കർമ്മരേഖകൾ കൊടുക്കാൻ, ഞങ്ങളുടെ നാശമേ, ഞങ്ങൾ പെട്ടുപോയല്ലോ, ഇനിയൊരു നിർവാഹമില്ലല്ലോ. എന്തേ? ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ചെറുതായൊരു കാര്യമോ, ഏറ്റവും ചെറുത്, നമ്മുടെ ഒരു മൈൻഡ് വെക്കാത്ത കാര്യം ഉണ്ടാവുമല്ലോ, അത് ഹല്ലി വല്ലി എന്ന് പറഞ്ഞ അങ്ങനത്തെ കാര്യം. അതുപോലെ തന്നെ വലിയ കാര്യങ്ങളൊക്കെ ഇല്ല, അതൊന്നും രേഖപ്പെടുത്താതെ പോയിട്ടില്ല. മുഴുവൻ ഉണ്ടല്ലോ പടച്ചോനെ ഈ ഗ്രന്ഥത്തിൽ എന്നാണ് പറയുന്നത്. മുഴുവൻ ഈ ഗ്രന്ഥത്തിലുണ്ടല്ലോ. അതാണ് ആ യൗമുദ്ദീൻ. മറ്റൊരാഴ്ചയിൽ അള്ളാഹു പറഞ്ഞ എന്താ പറയുക, ശരിക്കും നമ്മൾക്കിപ്പോ ഈ ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രയോഗം ശരിക്കും കണ്ട് എന്താ പരലോകം എന്ന് കിട്ടുന്ന സാധനമാണ്. നമ്മളെ വിചാരണ എന്താണ്? സൂറത്ത് ജാസിയയില് അള്ളാഹു പറയാണ്, വതറാ കുല്ലു ഉമ്മത്തിൻ ജാസിയതൻ കുല്ല ഉമ്മത്തിൻ തുദ്ആ ഇലാ കിതാബിഹൽ യൗമ തുജ്സൗന മാ കുൻതും തഅമലൂൻ. എല്ലാ സമൂഹവും മുട്ടുമടക്കി അള്ളാന്റെ അടുത്തേക്ക് വരും. എന്നിട്ട് അവരുടെ ഗ്രന്ഥം വാങ്ങാൻ വേണ്ടി വരാൻ. അന്ന് അവർക്ക് പ്രതിഫലം നൽകപ്പെടുന്ന ദിവസമാണ്. എന്തിനറിയോ? മാ കുൻതും തഅമലൂൻ, അവരെന്താണോ ചെയ്തത് അതിന്. എന്നിട്ട് അള്ളാഹ് പറയാണ്, ഹാദാ കിതാബുനാ, ഇതാണ് നിങ്ങളുടെ ഗ്രന്ഥം. യൻതിഖു അലൈക്കും ബിൽ ഹഖ്, സത്യാണ് നിങ്ങളോട് ഈ ഗ്രന്ഥം പറയുന്നത്. ഒരു കളവും ഒരു കൂട്ടിച്ചേർക്കലോ അല്ല. എന്താ അങ്ങനെ ഇതിന്റെ ആ കൃത്യതക്ക് കാരണം എന്താണെന്ന് അറിയുക? ഇന്നാ കുന്നാ നസ്തൻസിഖു മാ കുൻതും തഅമലൂൻ. കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കണ, കോപ്പി പേസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ, അല്ലേ? അള്ള ഉപയോഗിച്ച പദം നോക്ക് നിങ്ങൾ. എന്തുകൊണ്ടാണ് ഇത്രയധികം കൃത്യം, ഒരു തരിമ്പ് പോലും വിട്ടുപോകാത്തത്? എന്താണെന്നറിയോ? ഇന്നാ കുന്നാ നസ്തൻസിഖ്, ഞാൻ നസ്ഖ് ചെയ്തതാണ്, കോപ്പി എടുത്തതാണ്. അതിലെന്താ വിട്ടുപോവാ?
അതിലെന്താ വിട്ടുപോവാ കോപ്പി എടുക്കുമ്പോ? എന്തിനാ കോപ്പി എടുത്തത്? മാ കുന്തും തഅമലൂൻ, നിങ്ങൾ എന്താണോ പ്രവർത്തിച്ചു കൊണ്ടത് അതിനാണ് കോപ്പി എടുക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രതിഫല നാള് എന്ന് പറഞ്ഞാൽ വെറുതെയാണോ? അന്ന് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അള്ളാഹു എന്ന് പറഞ്ഞാൽ വെറുതെയാണോ? ഒന്ന് ആലോചിച്ച് നോക്കി. അല്ലെ, നെസ്റ്റൻസ് അള്ളാഹ് നമ്മളോട് കോപ്പി എടുക്കുക. നമ്മളെ ജീവിതം ഉമ്മയുടെ വയറിൽ നിന്ന് പുറത്തു വന്നത് മുതൽ നമ്മൾ നമ്മുടെ ഖബറിലേക്ക്, നമ്മുടെ മരണം അത് നമ്മുടെ തൊണ്ടക്കുഴിയിൽ നിന്ന് എടുത്ത് മലക്കുകൾ എടുക്കുന്നത് വരെ നമ്മുടെ ജീവിതത്തെയാണ് കോപ്പി ചെയ്യാൻ. നമുക്ക് എന്താ നിഷേധിക്കാൻ കഴിയുക? എന്തൊക്കെ ഉണ്ടാവുമല്ലേ? അതുകൊണ്ടാണ് പറഞ്ഞത് എന്ത്, യൗമ തുബ്ലസ് സറായിർ, രഹസ്യങ്ങൾ മുഴുവനും വെളിപ്പെടുന്ന ദിവസം. ആ ഗ്രന്ഥം, അങ്ങനെ കോപ്പി എടുത്ത ഗ്രന്ഥം നമ്മളെ കൈക്ക് തരുമ്പോ അള്ളാഹ് പറയുന്ന വർത്താനം എന്താണെന്നറിയോ? ഇഖ്റ കിതാബക കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബ. നിന്റെ ഈ ഗ്രന്ഥം നീ ഒന്ന് വായിച്ചു നോക്കൂ. നമ്മളോട് പറയാൻ, നിനക്ക് ഇനി വിചാരണ അത് ഇത് തന്നെ ധാരാളാണ്, വേറെ ഒടുക്കും ഈ പോണ്ട. നിന്റെ ജീവിതം ഇതിലുണ്ട്. ഇതിൽ നന്മയാണോ, നിനക്ക് സ്വർഗമാണോ, അല്ല നിനക്ക് കിട്ടാൻ പോകുന്ന നരകാണോ നിനക്കറിയാമെന്ന്. ആ രൂപത്തിലാണ് നമ്മുടെ കർമ്മരേഖ. ഒന്നും വിട്ടുപോവാത്ത ജീവിതം അതുപോലെ കോപ്പിയെടുത്ത് നമുക്ക് നമ്മെ തന്നെ സ്വർഗ നരക തീരുമാനിക്കാൻ പറ്റുന്ന അത്രയും വ്യക്തത ഒരു കർമ്മരേഖ. മാർഗരേഖയല്ല, കർമ്മരേഖ. നമ്മളെ കർമ്മങ്ങൾ രേഖപ്പെടുത്തിയ ഏട്. സഹോദരങ്ങളെ, അതാണ് യൗമുദ്ദീൻ. അതാണ് യൗമുദ്ദീൻ. അതിൽ വിജയിച്ച ആൾക്കാരുണ്ട്. ആ വിജയിച്ച ആളുകൾക്ക് അവർ പറയുന്ന വർത്താനം, എന്തുകൊണ്ട് അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞു? അവർക്ക് ബോധ്യം ഉണ്ടായിരുന്നു ഒരു യൗമുദ്ദീൻ ഉണ്ട്, പ്രതിഫലം നൽകപ്പെടുന്ന ദിവസം ഉണ്ട് എന്ന്. അവർ പറയുന്ന വർത്താനം അള്ളാഹു പറയാൻ, ഇന്നി ളനന്തു അന്നി മുലാഖിൻ ഹിസാബിയ, എന്റെ വിചാരണ എനിക്കുണ്ടാകുമെന്ന്, വിചാരണ ഞാൻ കണ്ടുമുട്ടുമെന്ന് എനിക്ക് ബോധമുണ്ടായിരുന്നു, ഞാൻ വിചാരിച്ചിരുന്നു. എനിക്കൊരു പരലോകമുണ്ട്, അവിടെ എന്നെ വിചാരണ ചെയ്യപ്പെടുന്നു എനിക്കറിയായിരുന്നു എന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് യൗമുദ്ദീൻ. മാത്രല്ല, ആ യൗമുദ്ദീനെ കുറിച്ച് അള്ളാഹു നമുക്ക് കൃത്യമായി പറഞ്ഞെന്ന് വേറെ ചില കാര്യം, അവിടെ എന്തൊക്കെ വിചാരണ ചെയ്യപ്പെടുന്നു പറഞ്ഞു നിങ്ങളോട്. അവിടെ എന്തൊക്കെയാണ് അള്ളാഹു വിചാരണ ചെയ്യാൻ. ശരിക്ക് അവിടെ നടക്കുന്ന വിചാരണയുടെ ഒരു പാർട്ട് നമുക്ക് തന്നു. എന്നിട്ട് പറയാണ്, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ചോരുക എന്നൊക്കെ പറയില്ലേ, എന്താ ഒരു ചോർന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഒരു ആള് പരീക്ഷ ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്ന് കിട്ടിയാല് അദ്ദേഹത്തിന്റെ റിസൾട്ട് എന്തായിരിക്കും? എന്നാ പരലോകത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നതല്ല, ഇത് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നേക്കാണ്. ഈ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവുന്നാണ്. എന്താ നമ്മൾ അതിനു വേണ്ടി ഒരുക്കി വെച്ചത് നോക്കൂ നിങ്ങൾ. അതിൽ ചില ചോദ്യങ്ങൾ ഞാൻ നിങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. നമ്മളെല്ലാരും പരലോകത്ത് ഇങ്ങനെ എത്തിയ സമയത്ത് ചില ആൾക്കാരുണ്ടാവും, അവരല്ലാന്റെ മുമ്പ് കൂടെ അങ്ങനെ പോവും അല്ലേ? ആ വിചാരണയുടെ സമയത്ത് വിചാരണയുടെ രൂപം അള്ളാഹു പറയുന്നുണ്ട്. എന്താണെന്നറിയാം? ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ അങ്ങനെ കൂട്ടിയിരുത്തി. ആരും മിണ്ടുന്നില്ല. നബി പറഞ്ഞ എല്ലാവരും ശരിക്കും കേൾക്കും. അങ്ങനെ നബി ഒരു ആയത്ത് ഇങ്ങനെ ഓതുകയാണ്. അതായത്, ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ. ഇത് ഓതിയിട്ട് നബി നിർത്തി. എന്നിട്ട് ചോദിച്ചു, അതദ്റൂന മാ അഖ്ബാറുഹാ, നിങ്ങൾക്കറിയോ? ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ, ഭൂമി അത് അതിന്റെ പ്രകമ്പനം കൊണ്ടാൽ ഭൂമി അങ്ങോട്ട് വറച്ചാൽ, വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ, ഭൂമി അതിന്റെ ഭാരങ്ങളൊക്കെ പുറന്തള്ളിയാൽ, അങ്ങനെ ഒരു ദിവസം വരാണ്ട് പുറന്തള്ളും. വഖാലൽ ഇൻസാനു മാ ലഹാ, മനുഷ്യൻ അപ്പോ ചോദിക്കും എന്തു പറ്റിപ്പോയി? അതിനുത്തരം എന്താ അറിയോ? യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ, അന്നേ ദിവസമാണ് ഭൂമി അതിന്റെ വർത്തമാനങ്ങൾ പറയുന്നത്, ഭൂമി സംസാരിക്കുന്ന ദിവസമാണത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, അതദ്റൂന മാ അഖ്ബാറുഹ, നിങ്ങൾക്കറിയുമോ ഭൂമി അതിന്റെ വർത്തമാനം എന്താണ് വർത്തമാനിക്കുക എന്ന്? ഭൂമി എന്താ പറയുക എന്ന് നിങ്ങൾക്കറിയുമോ?
സ്വഹാബത്ത് ഒന്നിറങ്ങ പറഞ്ഞു, ഖാലൂ ലാ അല്ലാഹു റസൂലുഹു അലം, അള്ളാഹു അവന്റെ റസൂൽ എന്ന് പറയാം, ഞങ്ങൾക്കറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഭൂമി പറയുന്ന വർത്തമാനം, അൻതശ്ഹദ അലാ കുല്ലി അബ്ദിൻ വ അമത്തിൻ ബിമാ അമില അലാ ളഹ്രിഹാ കദാ വകദാ. ഈ ഭൂമിയിൽ ആരൊക്കെ ജീവിച്ചിട്ടുണ്ടോ ആ മുഴുവൻ ആളുകളും, ആണായാലും പെണ്ണായാലും, അബ്ദിൻ വ അമത്തിൻ, ആണായിരുന്നാലും പെണ്ണായിരുന്നാലും, മുഴുവൻ ആൾക്കെതിരെയും സാക്ഷി പറയുന്ന ദിവസമാണത്. എന്താ സാക്ഷി പറയാ? ബിമാ അമില അലാ ളഹ്രിഹാ കദാ വകദാ, ഇന്നാലിന സ്ഥലത്ത് വെച്ച് ഇന്നാലിന്ന സമയത്ത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ റബ്ബേ ഇവൻ പ്രവർത്തിച്ചിരിക്കുന്നു, ഇവൾ പ്രവർത്തിച്ചിരിക്കുന്നു. എന്താ മറച്ചു വെക്കാൻ പറ്റുക? ശരിയല്ല അള്ളാഹു പറഞ്ഞത്, യൗമ തുബ്ല സറായിർ, എല്ലാ രഹസ്യങ്ങളും പുറത്തു വരുന്ന ദിവസം. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ എന്താണ് നമുക്ക് ആശ്വസിക്കാനുള്ളത്, അല്ലെ? എന്താ നമുക്ക് സമാധാനപ്പെടാനുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വർത്താനം നമ്മൾ ശരിക്കും ഓർക്കണം. ഒരാളും തങ്ങളെ ചെയ്ത കർമ്മങ്ങളെ കൊണ്ട് സ്വർഗത്തിൽ പോലാനാണ്. അപ്പൊ ചോദിച്ചു സാഹിബ്, നബി നിങ്ങളും അങ്ങനെ തന്നെയാണോ? അതെ. ഇല്ലാ യതഅമ്മദനി അല്ലാഹു ബിറഹ്മതിഹി, അല്ലാഹു അവന്റെ റഹ്മത്ത് കൊണ്ട് എന്നെ മൂടിയാലല്ലാതെ. അപ്പൊ നമ്മളെ നിസ്കാരവും നമ്മുടെ നോമ്പും നമ്മുടെ സൽക്കർമ്മങ്ങളും മാത്രം, ഇത് മാത്രം വെച്ച് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം മാത്രം വെച്ചാൽ തന്നെ സ്വർഗം കിട്ടാൻ കുറച്ച് പണിയാ. പിന്നെ അള്ളാന്റെ റഹ്മത്ത് വേണം. ആ റഹ്മത്ത് കിട്ടണമെങ്കിൽ അള്ളാഹ്ക്ക് നമ്മൾ കീഴൊതുങ്ങണം. അപ്പൊ ഭൂമി ഇങ്ങനെ നമ്മളെ എല്ലാ കാര്യങ്ങളും ചെയ്തത് മുഴുവനും ഇങ്ങനെ പറയുകയാണെങ്കിൽ എന്തേക്കും ഒരവസ്ഥ? അതെ, വെറുതെ അങ്ങോട്ട് പോകാൻ കഴിയില്ല. അത് അള്ളാഹു പറയണത്, വഖിഫൂഹും ഇന്നഹും മസ്ഊലൂൻ, നിർത്ത്. മലക്കുകളോട് പറയാം, പിടിച്ചു നിർത്തവരെ. നമ്മളിങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള പരിശ്രമം നടക്കുമ്പോഴേ പിടിച്ചു നിർത്തവരെ. ഇന്നഹും മസ്ഊലൂൻ, അവർ ചോദ്യം ചെയ്യപ്പെടേണ്ടവരാണ്. അവരോട് കുറച്ച് ചോദിക്കാണ്ട്. അല്ല അങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങിയ എന്താ അവസ്ഥ? അല്ല ചോദിക്കണ കോലാപ്പ കണ്ടത്. ഒന്ന് നമ്മളെ കർമ്മരേഖ കഴിക്കാണ്ട് തരും. സാക്ഷിയായിട്ട് നമ്മൾ ജീവിച്ച ഭൂമിയെ കൊണ്ടുവരും. നിസ്കരിച്ചോടും കളിച്ചെടുത്തും നമ്മളെ കിടപ്പറയും നമ്മളെ രഹസ്യങ്ങളും നമ്മളെ തലയണയും നമ്മുടെ വിരുപ്പും നമ്മുടെ കട്ടിലും നമ്മുടെ വീടും നമ്മുടെ തെരുവുകളും, അല്ലെ, നമ്മളെ കാലടി വെച്ച് നമ്മൾ നടന്നത് എവിടേക്ക്, അവിടെയൊക്കെ വരും. ഓരോ പോയിന്റും പറയും. ചിലപ്പോ നമ്മളെ കവലകൾക്ക് ചിലതൊക്കെ പറയാൻ, നമ്മൾ ഇരുന്ന സ്ഥലങ്ങൾക്ക് ചിലത് പറയാണ്ടാവും. നമ്മൾ നെറ്റിത്തടം വെച്ച പള്ളിക്ക് ചിലത് പറയാണ്ടാവും. സഹോദരങ്ങളെ, ശ്രദ്ധ വളരെ അനിവാര്യമാണ്. യൗമുദ്ദീനെ കുറിച്ച് എന്താ തിരിച്ചറിഞ്ഞാൽ പിന്നെ ഉറക്ക ചിരിക്കൂലാനാണ്, അല്ലേ? ഞാൻ അറിഞ്ഞതൊക്കെ നിങ്ങൾ അറിയാണെങ്കിൽ നിങ്ങൾ ചിരിക്കൂലെന്ന് റസൂൽ പറഞ്ഞു. ലബക്കൈതും കസീറ, ധാരാളം നിങ്ങൾ കരയാ ചെയ്യുള്ളൂ ഞാൻ. അതെ. എന്നിട്ട് അള്ളാഹു പറയാണ്, യഖൂലു യൗമുൽ ഖിയാമ, ഖിയാമ നാൾ അള്ളാഹ് ചോദ്യം, യബ്ന ആദം, ആദമിന്റെ മോനെ, മരിൽതു ഫലം തഅദുനി, നമ്മൾ കേട്ട ഹദീസാണ്. ഞാൻ രോഗിയായി കടന്നു, നീ എന്നെ സന്ദർശിച്ചില്ല. ഈ ഒരു ചോദ്യം നമുക്ക് ഉണ്ടാവുന്നതാണ്. അപ്പൊ രോഗിയാണെന്ന് അറിഞ്ഞിട്ടും ഒരാളെ സന്ദർശിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹ് ചോദിക്കുന്നാണ് പറയണത്. രോഗിയാന്ന് നമുക്കറിയാം, പക്ഷെ പോകാന്ന് വിചാരിച്ചു, അയാൾ മരിച്ചു. അയാൾക്കൊരു പക്ഷെ നമ്മളെ കാണാനോ, അല്ലെങ്കിൽ ഒരു പക്ഷെ നമ്മളെ സംസാരങ്ങളിലൂടെ ആശ്വാസം കൊള്ളാനോ, നമ്മളെ സംസാരങ്ങളിലൂടെ അദ്ദേഹത്തിന് ഹിദായത്ത് ലഭിക്കാനോ കാരണമാകുന്ന ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയില്ലെങ്കിൽ അള്ളാഹ് ചോദിക്കുന്നതാണ്. രോഗിയെ സന്ദർശിച്ചില്ല അള്ളാഹു ചോദിക്കും. അപ്പൊ നമ്മൾ അന്ന് ചോദിക്കും, പടച്ചോൻ അനക്ക് രോഗം, ഞാൻ നിന്നെ എങ്ങനെ സന്ദർശിക്കാൻ? അന്ത റബ്ബുൽ ആലമീനാണല്ലോ പടച്ചോനെ. അപ്പൊ എന്റെ ഇന്ന അടിമ രോഗിയായി കടന്നിരുന്നു, ഞാൻ സന്ദർശിച്ചില്ല. പിന്നെ രണ്ടാമത്തെ ചോദ്യം, ഫലം തു തഅമനി, നീ എനിക്ക് ഭക്ഷണം തന്നില്ല എന്ന് പറയും. തെരുവുകളില്, അയൽപക്കങ്ങളില്, നമ്മുടെ കയ്യെത്താ ദൂരത്ത് ഭക്ഷണം കിട്ടാതെ എന്തെങ്കിലും കിട്ടിയാൽ ആസ്വദിച്ച് തിന്നിരുന്നു, അല്ലെ? നമ്മുടെ വീടുകൾക്ക് നല്ല നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ അയൽപക്കത്തെ വീട്ടിൽ ചിലപ്പോൾ വെറും കഞ്ഞിയും പയറുണ്ടായിക്കൊള്ളുന്നില്ല, പ്രയാസപ്പെടുന്ന സാഹചര്യം. അവർക്കൊരു നല്ല, നമ്മളെ വീട്ടിൽ ഇറച്ചിയൊക്കെ പാകം ചെയ്യുന്ന സമയത്ത്, മാംസം പാകം ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ വാസന കിട്ടുമ്പോ, അവിടെ അയലക്കത്ത് അവിടെ നിന്ന് ഇറച്ചിയ തോന്നുന്നുണ്ടല്ലോ ഉമ്മ, ഈ കുട്ടിയൊക്കെ ഇല്ല, അങ്ങനത്തെ ഒരു കിട്ടേണ്ടിയിരുന്നു, ലഭിക്കേണ്ടിയിരുന്നു പറഞ്ഞ വല്ല ആൾക്കാരുണ്ടെങ്കിൽ എന്തേ അവർക്ക് കാര്യമായിട്ട് ഇല്ലാന്ന് നിനക്ക് അറിഞ്ഞിട്ടും
നീ എന്തേ ഭക്ഷിപ്പിക്കാൻ ഞാൻ ചോദിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ മറുപടി പറയണ്ടേ? അല്ല പറയാണ് ചോദിക്കുന്നതാണ്, നമ്മൾ മറുപടി കണ്ടെത്തിയേ പറ്റൂ. ഞാൻ ദാഹിച്ച് വലഞ്ഞിരിക്കുന്ന സമയത്ത് എനിക്ക് നീ വെള്ളം നൽകിയില്ല, അപ്പോ വെള്ളത്തിന്റെ കാര്യം അല്ലെ? അപ്പൊ അള്ളാഹ് ചോദിക്കുന്നത് പറയണം ഈ ചോദ്യങ്ങൾ. വേറൊരു ചോദ്യം ഉണ്ട് കേട്ടോ, അത് ശരിക്കും നമ്മൾ ഗൗരവത്തിൽ കണ്ട ചോദ്യം. അബൂ സഈദ് ഖുദരി റളിയല്ലാഹു അൻഹു പറയാൻ, സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു, ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു, ലയസ്അലുൽ അബ്ദ, ഒരു അടിമയോട് ചോദിക്കുക തന്നെ ചെയ്യും, യൗമൽ ഖിയാമത്തി, ഖിയാമത്തിന്റെ ദിവസം, ഹത്താ യഖൂൽ, എന്താ പറയാന്നറിയോ, മാ മനാക ഇദ് റഅയ്തൽ മുൻകറ അൻ തുൻകിറു, അള്ളാഹു വിലക്കിയ അരുതാത്തൊരു കാര്യം ഒരാൾ ചെയ്യുന്നത് നീ കണ്ടപ്പോ നീ എന്തേ അവനോട് അരുത് എന്ന് പറയാതിരുന്നു? ഒരു ചോദ്യാണ്. അപ്പൊ യൗമുദ്ദീൻ എന്ന് പറഞ്ഞത് വെറുതെ ആണോ? വെറുതെ ആണോ? അള്ളാഹു നിങ്ങൾ എന്താണോ ഉള്ളത് അത് നിങ്ങൾക്ക് തികച്ചു തരും. ബിമാ കുന്തും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചതിന് കൃത്യമായി പ്രതിഫലം നൽകപ്പെടും എന്ന് പറഞ്ഞ ഇതൊരു ചോദ്യമാണ്. ഒരു തെറ്റൊരാൾ കണ്ടു, ആ കണ്ട തെറ്റിനെ എന്ത് നിങ്ങളെ ചെയ്തു എന്ന് ചോദിച്ചില്ല എങ്കിൽ, അത് തെറ്റാ നമുക്ക് ബോധ്യപ്പെട്ടിട്ടും നിങ്ങളോടത് തിരുത്താൻ നിങ്ങൾ ശ്രമിച്ചിട്ടില്ല എങ്കിൽ അള്ളാഹ് ചോദിക്കുന്നതാണ്. അപ്പൊ നമ്മളൊക്കെ ഒരു ധാരണ ഉണ്ട്, എന്താണെന്ന് അറിയുന്നത്, ഞാനിപ്പോ അയാള് തെറ്റ് ചെയ്യണത് കണ്ടാണ് ചൂണ്ടിക്കാണിച്ചാൽ എന്നെ പറ്റി മൂപ്പരെന്താ വിചാരിക്കുകയാണ്, മൂപ്പരെന്ത് വിചാരിച്ചാലും അള്ളൊന്ന് വിചാരിക്കും. നിങ്ങൾ തിരുത്തേണ്ട ആൾ നിങ്ങൾ തിരുത്തിയില്ല, അയാളെ തെറ്റ് തുടർന്നുകൊണ്ടേയിരിക്കും. അള്ളാഹ് വിചാരിക്കും, അള്ളാഹ് പറയും, ചോദിക്കും, എന്തേ തിരുത്തിക്കൂടായിരുന്നു? ആ മനുഷ്യൻ തിരുത്തൂലായിരുന്നോ? എന്തേ തിരുത്താതിരുന്ന്? എന്താ നമ്മൾ പറയാ? പടച്ചോനെ ഞാൻ മടിച്ചിരുന്നു എന്നല്ലേ? ആ മനുഷ്യൻ നമുക്കെതിരെ പറയില്ലേ, പടച്ചോനെ ഞാൻ ഇങ്ങനെ ചെയ്യണേ, ഇദ്ദേഹം കണ്ടിട്ട് എന്നെ തിരുത്തിയില്ല എന്ന് പറയില്ലേ? അപ്പൊ നമ്മൾ ഇന്ന് അയാൾ എന്ത് വിചാരിക്കുമെന്ന് പറഞ്ഞ് തിരുത്താതിരുന്നിട്ടുണ്ടെങ്കിൽ പരലോകം നമുക്ക് എതിരായി വന്നില്ല അദ്ദേഹം. ചോദ്യം, ഇതൊരു ചോദ്യം. മറ്റൊരു ചോദ്യത്തെ കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട്, നമ്മൾ എന്തൊരു നിഅമത്ത് അനുഭവിച്ചാലും അതിനെക്കുറിച്ചൊക്കെ അള്ളാഹ് ചോദിക്കുന്നതാണ്. ഇവർക്ക് വിശന്ന് വയറൊട്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇറങ്ങി നടക്കാൻ, അവർ കിടക്കാൻ ഉറങ്ങാൻ വേണ്ടി പോയതാ, പക്ഷെ ഉറക്കം വരുന്നില്ല, ഇറങ്ങി കുറച്ച് ഇങ്ങനെ നടന്നപ്പോണ്ട് അബൂബക്കർ സിദ്ദീഖ്, എന്തേ പറ്റിയേ? അപ്പോ ഒന്നുമില്ല, ഞാനിങ്ങനെ നടക്കുക, വിശപ്പാണ്. ഉമർ റളിയല്ലാഹു അൻഹു കണ്ടു, അതേ പറഞ്ഞു വിശപ്പാണ്, വിശന്ന്. അപ്പൊ ഈ മൂന്നാളും കൂടെ അങ്ങനെ വിശന്ന് നടക്കുന്ന സമയത്ത് നബി പറഞ്ഞു, നമുക്ക് ഒരാളുണ്ട് അബൂഹൈസമിന്റെ വീട്ടിലൊന്ന് പോയി നോക്കാം നമുക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ നബി പോയപ്പോ ഭയങ്കര സന്തോഷത്തോടു കൂടി അദ്ദേഹം നബീനെ സ്വീകരിച്ചു. എന്നിട്ട് ഒരു ആടിനെ കറുത്ത് ഇവരിങ്ങനെ തിന്നു. ഫലമ്മാ ശബഉ, അവർക്ക് ഒരു റാഹത്തായപ്പോ, വിശപ്പ് മാറിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനോട്, എന്താ അറിയോ, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ നഫ്സ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞാൽ അള്ളാഹു തന്നെയാണ് സത്യം. ലതുസ്അലന്ന അൻ ഹാദൻ നഈം യൗമൽ ഖിയാമ, ഈ അനുഭവിച്ച നിഅമത്തിലെ വിശന്ന് വയറൊട്ടി, നമ്മൾ പറയില്ലേ പിന്നെ പുക വരുന്നുണ്ട് എന്ന് പറയില്ലേ, ആ രൂപത്തിൽ നിന്ന് ആൾക്കാർക്ക് വിശപ്പ് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോ അതൊരു വലിയ നിയമത്തല്ലേ? അള്ളാഹ് ചോദിക്കുന്ന പറഞ്ഞ, ലതുസ്അലൻ, തീർച്ചയായും നിങ്ങളെ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അഖ്റജകും മിൻ ബുയൂതികും ജൂ, നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നെന്താ? നിങ്ങളെ വിശപ്പാണ്. സുമ്മ ലം തർജിഉ ഹത്താ അസാബകും ഹാദാ നഈം, ഈ ഒരു നിഅമത്ത് നിങ്ങൾക്ക് കിട്ടുന്നത് വരെ നിങ്ങൾ തിരിഞ്ഞു പോയില്ല, അള്ളാഹ് തന്നു. ഈ നിയമത്തിൽ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി, എന്തോ അതേ സൂറത്ത് തക്കാസുറിലെ അവസാനത്തെ ആയത്ത്, സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, നിങ്ങൾ എന്തൊരു നിഅമത്ത് അനുഭവിച്ചാലും അതിനെപ്പറ്റി ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. എന്താ നിഅമത്ത്? നമ്മുടെ കണ്ണ്, കാത്, സംസാരശേഷി, നമ്മുടെ ആരോഗ്യം, നമ്മുടെ തൊഴില്, നമ്മുടെ ഫാമിലി, മക്കള്, അല്ലെ, ഭാര്യ, അതുപോലെ നമ്മുടെ വാഹനം, നമ്മുടെ സമ്പാദ്യം, നിഅമത്ത് എന്ന് പറയപ്പെടാവുന്ന എന്തുണ്ടോ അള്ളാഹ് ചോദിക്കും. എന്തിനത് നീ ഉപയോഗപ്പെടുത്തി പറയാൻ കഴിയണം.
അല്ലാഹുവേ, അത് മുഖേന ഞാൻ നിന്റെ പരലോകത്തെ തേടി. സംഭവിച്ചു പോയിട്ടുണ്ടാവും അബദ്ധങ്ങൾ, പുറത്തു തരണേ നാഥാണ്. ഈ ഇസ്തിഗ്ഫാറേ നമുക്കുള്ളതാ. അതുകൊണ്ട് അള്ളാഹുവിലേക്കുള്ള ഈ ചോദ്യം, ഈ യൗമുദ്ദീൻ എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത ദിവസമാണ് തിരിച്ചറിവ് സഹോദരങ്ങളെ നമുക്കുണ്ടാവണം. ആ തിരിച്ചറിവ് നമുക്ക് നഷ്ടപ്പെട്ടോ നമ്മളെ കഥ കഴിയും. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം, ചില ആൾക്കാരുണ്ടാവും, അവർ അള്ളാഹിന്റെ അടുത്തേക്ക് എത്തും. അള്ളാഹിന്റെ അടുത്ത് എത്തുമ്പോ അവർ ഈ ഭൂമി ലോകത്ത് അള്ളാഹിനെ കണ്ടുമുട്ടുന്ന ഒരു വിചാരവും ഇല്ലാതെ ജീവിച്ച ആൾക്കാരായിരിക്കും. അത്ര ആൾക്കാർ പറഞ്ഞൊരു വർത്തമാനമുണ്ട്. എന്താണെന്നറിയോ? വഖാലു ലൗ കുന്നാ നസ്മഉ ഔ നഖിലു മാ കുന്നാ ഫി അസ്ഹാബിസ് സഈർ ഫഅതറഫു ബിദംബിഹിം ഫസുഹ്ഖൻ ലി അസ്ഹാബിസ് സഈർ. നമ്മൾ പറയരുത് കേട്ടോ, പറയാൻ ഒരു അവസരം ഉണ്ടാക്കരുത് കേട്ടോ. ലൗ കുന്നാ നസ്മഉ, ഞങ്ങളൊന്ന് കേട്ടിരുന്നെങ്കിൽ, ഔ നഖിലു, ഞങ്ങളൊന്ന് ആലോചിച്ചിരുന്നെങ്കിൽ, മാ കുന്നാ ഫി അസ്ഹാബിസ് സഈർ, ഒരിക്കലും കത്തിജ്വലിക്കുന്ന നരകാഗ്നിയുടെ ആളുകളായി ഞങ്ങൾ മാറുമായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇതാ പരലോകത്ത് പറയുന്ന വർത്താനാട്ടോ. യൗമുദ്ദീന്റെ അന്ന് പറയുന്ന വർത്താനാണ്. അതാണ് യൗമുദ്ദീൻ. കാരണം എന്തെങ്കിലുമൊക്കെ പറയിപ്പിക്കണം എന്താന്നാ, ആ ദിവസം അതാണ്. അർഹതപ്പെട്ടതെന്തോ അതേ കിട്ടൂ. അർഹതപ്പെടാത്തതിനപ്പുറത്തേക്ക് ഒരു തരിമ്പ് പോലും, വലാ യുളമു ഫതീല, ഒരു തരിമ്പ് പോലും അക്രമം കാണിക്കൂല. എന്നാൽ നമ്മളോട് ഇങ്ങോട്ട് മാത്രല്ല, ഒരു തരിമ്പ് നന്മ ചെയ്തില്ലെങ്കിൽ അവനെ മുൻകടക്കാൻ ഒരു തരിമ്പ് അള്ളാഹു അങ്ങോട്ട് പൊയ്ക്കോട്ടെ എന്ന് പറയില്ല. അതാണ് കൂട്ടരെ ആ ദിവസം, അതാണ് ആ ദിവസം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ യൗമുദ്ദീനെ, പ്രതിഫലം കൃത്യമായി നൽകപ്പെടുന്ന യൗമുദ്ദീനെ, അത് നമ്മളൊന്ന് അറിയണം. അറിഞ്ഞുകൊണ്ട് നമ്മൾ അതിനെ സ്വീകരിക്കണം. നോക്കൂ നിങ്ങൾ, അന്ന് നമുക്ക് ഞാൻ ചെയ്തില്ല, അറിഞ്ഞില്ല, ഇല്ല പടച്ചോനെ എന്ന് പറയാൻ പറ്റൂല. നമ്മൾ പറഞ്ഞല്ലോ, ഭൂമിനെ കൊണ്ടുവരും, കിതാബ് വരും. അതിന് പുറമെ ചില ആളുകൾ പറയും, പടച്ചോനെ എനിക്ക് എൻ്റെ അടുത്ത് തന്നെ സാക്ഷി വേണം, ഇതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റൂല എന്ന് പറയുമ്പോൾ അവനവൻ സാക്ഷിയായി മാറുമെന്നാണ്. وَيَوْمَ يُحْشَرُ أَعْدَاءُ اللَّهِ إِلَى النَّارِ فَهُمْ يُوزَعُونَ حَتَّى إِذَا مَا جَاءُوهَا شَهِدَ عَلَيْهِمْ سَمْعُهُمْ وَأَبْصَارُهُمْ وَجُلُودُهُمْ بِمَا كَانُوا يَعْمَلُونَ وَقَالُوا لِجُلُودِهِمْ لِمَ شَهِدتُّمْ عَلَيْنَا قالوا أنطقنا الله الذي أنطق كل شيء وهو خلقكم أول مرة وإليه ترجعون. ഒരു വല്ലാത്ത ആയത്താലേ. ഈ ആയത്തുകളൊക്കെ ഇങ്ങനെ ഓതുമ്പോഴേ എങ്ങനെയാണ് നമ്മുടെ മനസ്സിനൊരു ആശ്വാസം ഉണ്ടാവുക? അള്ളാഹു പുറത്തിരട്ടെ. അള്ളാഹുവിന്റെ ശത്രുക്കളായ ആൾക്കാർ അവരെ നരകത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ, അതിന്റെ ആളുകളായി പറയുമ്പോൾ, വലിച്ചെറിയുമ്പോൾ, അത് വെറുതെ അല്ല, മറിച്ച് ഹത്താ ഇദാ ജാഊഹാ ഷഹിദ അലൈഹിം സമഉഹും വഅബ്സാറുഹും വജുലൂദുഹും, അവരെ ബോധ്യപ്പെടുത്താൻ അവർക്കെതിരെ സാക്ഷിയായി കൊണ്ട് അവരുടെ കേൾവിയെ ഞാൻ കൊണ്ടുവരും. അവരെന്തൊക്കെ കേട്ടിട്ടുണ്ടോ മുഴുവനും അവരുടെ കാതു പറയും. വഅബ്സാറുഹും, അവരുടെ കണ്ണുകൾ വരും. അവരുടെ കണ്ണുകളെ കൊണ്ട് എന്തൊക്കെ അവർ കണ്ടിട്ടുണ്ടോ അത് മുഴുവനും കണ്ണ് വിളിച്ചു പറയും. വജുലൂദുഹും, അവരുടെ ത്വലികൾ വരും. അവരെന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടോ മുഴുവനും, ത്വലിയെ സ്പർശിച്ച മുഴുവൻ കാര്യങ്ങളും കണ്ടു വരികയാണ്. എന്നിട്ടോ ബിമാ കാനൂ യഅമലൂൻ, അവരെന്താണോ പ്രവർത്തിച്ചത് ആ പ്രവർത്തിച്ച മുഴുവനും അവരുടെ കണ്ണ് വിളിച്ചു പറയും, കാത് വിളിച്ചു പറയും, തൊലി വിളിച്ചു പറയും. ഇതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോ നമുക്കിങ്ങനെ ഇളകും. അപ്പൊ നമ്മൾ ചോദിക്കും, ഖാലൂലി ജുലൂദിഹിം, സ്വന്തം കണ്ണിനോടും കാതിനോടും ശരീരത്തോട് തൊലിയോട് ചോദിക്കാൻ, ലിമ ഷഹിദ്തും
ഷഹിദ്തും അലൈനാ, എന്തിനാ നിങ്ങൾ ഞങ്ങൾക്കെതിരെ സാക്ഷി പറയുന്നത്? ഇപ്പൊ നമ്മൾ എന്താ വിചാരിച്ചേ? എന്റെ കണ്ണ് എന്നാ പറയണത്, എന്റെ കാത് എന്നാ പറയണത്, എന്റെ വിരല്, എന്റെ അവയവങ്ങൾ, എന്റെ തൊലി, എന്റെ സൗന്ദര്യം എന്നൊക്കെ നമ്മൾ പറയണത്. ഈ സാധനം ഉണ്ടല്ലോ, ഇതൊക്കെ നമുക്കെതിരാണ് തിരിയണമെന്ന് ആലോചിച്ച് തിരിയുന്നാണ് അള്ളാഹു പറയണത്. എങ്ങനെ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ? നിങ്ങളുടെ ആസ്വാദനത്തിന് വേണ്ടിയല്ലേ അല്ല വേണ്ടെന്ന് പറഞ്ഞത് ഞാൻ കണ്ടത്? നിങ്ങൾ ആസ്വദിപ്പിക്കാൻ വേണ്ടിയല്ലേ നിങ്ങളെ കാത് ഈ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അല്ല നിരോധിച്ചത്, വേണ്ടാന്ന് പറഞ്ഞത് കേട്ടത്? നിങ്ങൾ ആസ്വദിക്കാൻ അനുഭവിപ്പിക്കാൻ വേണ്ടിയല്ലേ ഞാൻ ഇന്നാലിന കർമ്മങ്ങൾ ചെയ്തത്? പിന്നെ എന്തിനാ ഞങ്ങൾക്കെതിരെ ഇങ്ങനെ? അൽയൗമു നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. അവരുടെ കർമ്മരേഖയിലുള്ള അവർ കാണുന്ന മുഴുവൻ കാര്യങ്ങളുണ്ടല്ലോ, അതവരുടെ കൈകൾ സംസാരിക്കുന്നു, അവരുടെ കാലുകൾ സാക്ഷി പറയുന്നു. ഇതിങ്ങനെ കേൾക്കുമ്പോഴാ ലിമ ഷഹിത്തും അലൈന, എന്തിനാ ഞങ്ങൾക്കെതിരെ നിങ്ങൾ സാക്ഷി പറയണത്? അപ്പോ കയ്യും കാലും കണ്ണും കാതും തൊലിയൊക്കെ എന്താ പറയാറിയോ? നിങ്ങൾക്കെതിരെ സാക്ഷി പറയാൻ വല്ലാതെ ഇഷ്ടമായിട്ടാണെന്നല്ല, നിങ്ങൾക്കെതിരെ സാക്ഷി പറയാൻ വല്ലാതെ പൂതിണ്ട് എന്നല്ല, മറിച്ച് എന്താണെന്നറിയോ? അന്തഖനല്ലാഹ് അല്ലദീ അന്തഖ കുല്ല ശൈഇൻ വഹുവ ഖലഖകും അവ്വല മറ വഇലൈഹി തുർജഊൻ. അല്ല ഞങ്ങളെ സംസാരിപ്പിക്കുന്നു. അല്ല പറഞ്ഞവനെ കേൾക്കാതെക്കാൻ പറ്റുമോ? സംസാരിക്ക്, പറ, ഇവനെതിരെ പറ. എന്തൊക്കെ നീ കണ്ടത്, എന്തൊക്കെ നീ കേട്ടത്, എന്തൊക്കെ നീ അനുഭവിച്ചത്, എന്തൊക്കെ നീ ചെയ്തത്, എവിടൊക്കെ നീ പോയി? കൈയോണ്ടും കാലിനോടും തൊലിയോടും കണ്ണിനോടും കാതിനോടും അല്ല പറയുമ്പോ എങ്ങനെ കൂട്ടരെ മിണ്ടാതിരിക്കുക? നമ്മൾ കേൾക്കൂലേ അള്ളാഹു പറഞ്ഞാൽ? അല്ലേ? കടന്ന് എന്നും എഴുന്നേറ്റ് പോകും നമ്മളോട് പടച്ചൊന്നട കിടക്ക് എന്ന് പറഞ്ഞാൽ കിടക്കേണ്ടി വരൂലേ? എഴുന്നേക്കാൻ കഴിയോ? കുറെ കാലായില്ലേ കൈകൊണ്ട് ഇങ്ങനെ പലതും ചെയ്യണേ. ആ കൈ കുറച്ച് ദിവസം നിൽക്കട്ടെ, എന്റെ ചലനം നഷ്ടപ്പെട്ടെ നല്ല പറഞ്ഞാൽ നിവൃത്തിയുണ്ടോ? ഇല്ല. ഇവര് പറയാൻ, സഹോദരങ്ങളെ, ഇതാണ് ആ യൗമുദ്ദീൻ. അതുകൊണ്ട് പടച്ചോ നമ്മോട് പറഞ്ഞ വാക്കെന്താരോ? യൗമുദ്ദീൻ ഇങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് എന്ത് ചെയ്തോളൂ? വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അള്ളാഹുവിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്ന, അള്ളാഹുവിലേക്ക് നിങ്ങൾ തിരിച്ചു നിങ്ങൾ കൊണ്ടുപോകുന്ന ദിവസം, ആ ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം. അറിയിച്ചോളൂ. അള്ളാഹ്ക്ക് നമ്മോട് പറയാനുള്ളത്, പടച്ചോനാണ് നമ്മൾ പറയാനുള്ളത്, നിങ്ങൾ അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്ന ദിവസമുണ്ട്, നിങ്ങളെ മരണാണത്. ആ ദിവസത്തിന് ശേഷം നിങ്ങൾ ആലോചിച്ചോളൂ കേട്ടോ. മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറയാൻ, യാ അയ്യുഹൻ നാസ്, അല്ലയോ ജനങ്ങളെ എല്ലാവരും. എന്നിട്ട് പറയുന്ന വർത്താനം എന്താ? തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിക്കണം. വഖ്ശൗ യൗമാ, ഒരു ദിവസത്തെയും നിങ്ങൾ സൂക്ഷിക്കണം. ഒരു ദിവസത്തെ സൂക്ഷിക്കണം എന്നല്ല, ഭയപ്പെടണം, പേടിക്കണം എന്നല്ല പറഞ്ഞത്. അല്ല പറഞ്ഞത് വഖ്ശൗ യൗമാ, ഒരു ദിവസത്തെ നിങ്ങൾ ഭയപ്പെടണം. എന്താണ് ദിവസത്തിന്? യജ്സി വാലിദുൻ അൻ വലദിഹി വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ശൈആ. ഒരു കുട്ടിക്കും ഒരു പിതാവും ഒരു ഉപകാരവും ചെയ്യാത്ത ദിവസം, ഒരു വാപ്പക്ക് വേണ്ടിയും ഒരു ഉമ്മക്ക് വേണ്ടിയും തങ്ങളെ സന്താനങ്ങൾ ഒരു ഉപകാരവും ചെയ്യാൻ കഴിയാത്ത ദിവസം, അത്തരമൊരു ദിവസം വരാനുണ്ട്. അതുകൊണ്ട് ആ ദിവസത്തെ ഭയപ്പെടണം. കാരണം ഇന്ന വഅദല്ലാഹി ഹഖ്, തീർച്ചയായും അള്ളാഹുവിന്റെ വാഗ്ദാനം അത് സത്യമാണ്. അല്ല വെറുതെ പറയില്ല. അല്ല പറഞ്ഞാൽ അത് ഉണ്ടാവും. അല്ല പറഞ്ഞാൽ അത് ഉണ്ടാവും. ഇതല്ല പറഞ്ഞു, അതുകൊണ്ട് അത് ഉണ്ടാവുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയാ വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. ഈ യൗമുദ്ദീനെ നമ്മിൽ നിന്ന് മറപ്പിച്ച് കളയുന്ന രണ്ട് കാര്യങ്ങൾ അല്ലാഹു എടുത്തു പറയാൻ. ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയാ, ദുനിയാവിന്റെ ജീവിതം നിങ്ങളെ വഞ്ചിക്കരുത് കേട്ടോ, വഞ്ചിക്കാൻ ഇടവരരുത്. അതുപോലെ മഹാവഞ്ചകനായ പിശാചു നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. നോക്കൂ നിങ്ങൾ, അള്ളാഹു നമ്മോട് പറയാൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് നമുക്കുള്ള താക്കീതാണ്. അള്ളാഹു സ്വർഗം ഉണ്ടാക്കിയിട്ടുണ്ട്, മഗ്ഫിറത്തുണ്ട്, മർഹമത്തൊക്കെ ഉണ്ട്. പക്ഷേ ഇതും കൂടെ അതിന്റെ കൂട്ടത്തിലുണ്ട്. ആർക്കാ ഉറപ്പിക്കാൻ പറ്റുക ഞാൻ അള്ളാഹു മഗ്ഫിറത്ത് നൽകപ്പെടുന്ന ആൾക്കാരുടെ കൂട്ടത്തിലാവുന്നു? അള്ളാഹ് അങ്ങനെ പറഞ്ഞില്ലല്ലോ. അള്ളാഹ് ഉദ്ദേശിച്ചവർക്ക് ആ ഉദ്ദേശവും അവരുടെ മനസ്സും അവരുടെ തഖ്വയും അവരുടെ ഇബാദത്തും അവരുടെ മനസ്സിന്റെ വിശുദ്ധിയൊക്കെ അള്ളാഹ്ക്ക് നന്നായിട്ട് അറിയാം. അള്ളാഹ് വിചാരിച്ചവർക്ക് മാത്രമേ രക്ഷ ഉണ്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കിട്ടിയ സമയം ഉപയോഗപ്പെടുത്തുക. ഇന്നല്ലാഹ ലാ യളിമു മിസ്കാല ദർറത്തിൻ വഇൻ തകു ഹസനതൻ യുളാഇഫുഹാ വയുതി മിൻ ലദുൻഹു അജ്റൻ അളീമാ. അള്ളാഹു ഒരു അണു എന്ന് പറഞ്ഞ സാധനം നമുക്ക് കാണാൻ പോലും കഴിയില്ലല്ലേ. ഒരു അണു നിങ്ങളോട് എന്ത് ചെയ്യൂല, അക്രമം പ്രവർത്തിക്കൂല. നിങ്ങളൊരു നന്മ ചെയ്താൽ യുളാഇഫുഹാ, അതിന് അള്ളാഹു വർദ്ധിപ്പിച്ച് കൊണ്ടുവരും. ഇരട്ടിയാക്കി കൊണ്ടുവരും. അങ്ങനത്തെവനാ പഠിച്ചോ. അങ്ങനെ അള്ളാഹു ഇരട്ടിയാക്കി കൊണ്ടുവന്നിട്ടും ഒരാൾ നരകത്തേക്ക് പോകാനാ വിധിയെങ്കിലോ അയാളെ പറ്റി പിന്നെ നമ്മൾ എന്താ പറയാ? സഹോദരങ്ങളെ, ഇതാണ് മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുന്നത്. അതൊരു വല്ലാത്ത ദിവസമാണ്. നമുക്ക് നിർഭയമാകാൻ കഴിയാത്ത ദിവസമാണ്. അതൊക്കെ കഴിച്ചിലായി പോയിക്കോളും എന്ന് പറയാൻ കഴിയില്ല. അന്ന് തീരുമാനിക്കുന്നത് അള്ളാഹുവാണ്. അള്ളാഹു ആണെങ്കിൽ അന്ന് കാരുണ്യം കാണിക്കുന്ന ദിവസം എന്നല്ല പറഞ്ഞത്, മറിച്ച് അന്ന് എൻ്റെ റബ്ബ് ദേഷ്യം പിടിക്കുന്നവനേക്കാളും അപ്പുറം അതുവരെ റബ്ബ് ദേഷ്യം പിടിച്ചിട്ടില്ല എന്നാണ്. അള്ളാന്റെ കോപം മുഹലിം, അതിനേക്കാളും വലിയ കോപം അന്നില്ല. അള്ളാഹുവിന്റെ ഈ പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ ഒരു സൃഷ്ടിക്കും അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഖിയാമത്ത് നാളിൽ അള്ളാഹു വിചാരണ ചെയ്യുമ്പോൾ ആ വിചാരണ എന്ന് അള്ളാഹ് ഏറ്റവും അധികം ദേഷ്യം പിടിക്കുന്ന ദിവസമാണ്. അള്ളാഹ് കോപാകുലനായിരിക്കും. അതുകൊണ്ടാണ് മൂസാ നബിയും ഇബ്രാഹിം നബിയും ആദൻ നബിയും ഈസാ നബിയും ഒന്നും പടച്ചോനെ എന്ന് വിചാരിച്ച് പോകാത്തത്, ഷഫാത്തിന് വേണ്ടിയിട്ട്. അപ്പോ ആ പ്രവാചകന്മാർ വരെ പേടിച്ചറിഞ്ഞു നിൽക്കുന്ന ഒരു ദിവസമാണെങ്കിൽ എന്താ നമ്മുടെ അവസ്ഥ? അവസാനം അള്ളാഹു പറഞ്ഞ താക്കീത് എന്താ അറിയോ? മൻ ഇഹ്തദാ ഫഇന്നമാ യഹ്തദീ ലിനഫ്സിഹി വമൻ ളല്ല ഫഇന്നമാ യളില്ലു അലൈഹാ വലാ തസ്റു വാസിറത്തുൻ വിസ്റ ഉഖ്റാ വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബ്അസ റസൂലാ. ആരെങ്കിലും ഹിദായത്തിലെത്തിയാൽ അവന്റെ ആ ഹിദായത്ത് കൊണ്ട് അവനാണ് നേട്ടമുള്ളത്. ആരെങ്കിലും വഴി പിടിച്ചു പോയാലോ അതും അവനതിന് മാത്രമേ അതിന്റെ പ്രശ്നമുള്ളൂ. വലാ തസ്റു വാസിറത്തുൻ വിസ്റ ഉഖ്റാ, ഒരാളും മറ്റൊരാളുടെ പാപഭാരം ഏറ്റെടുക്കുകയില്ല. അപ്പോ എന്റെ വാപ്പ ഉഷാറാണ്, വാപ്പാക്ക് അഡ്രസ് ഉണ്ട് അള്ളാന്റെ അടുത്ത്, മകൻ രക്ഷപ്പെടൂല. എന്റെ മക്കളൊക്കെ ഉഷാറാണ്, വാപ്പ രക്ഷപ്പെടൂല. എന്റെ ഭാര്യ നല്ല ഉഷാറാണ്, ഭർത്താവ് രക്ഷപ്പെടൂല. ഭർത്താവ് ഉഷാറാണ്, ഭാര്യ രക്ഷപ്പെടൂല. എല്ലാം അവനവൻ ഉണ്ടാക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദീനിനെ കൃത്യമായി ഉൾക്കൊണ്ട് ആ ദീനനുസരിച്ച് ജീവിക്കാൻ തൗഫീഖ് ലഭിക്കുന്ന ആളുകളുടെ കൂടെ ഉൾപ്പെടാൻ നമ്മൾ പ്രാർത്ഥിക്കുക. പ്രാർത്ഥനക്ക് ഫലം ഉണ്ടാകും. നിരന്തരം പ്രാർത്ഥിക്കുക. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. പടച്ചോനെ, ഞങ്ങളെ നീ സന്മാർഗത്തിലാക്കിയതിനു ശേഷം ഞങ്ങളെ തെറ്റിച്ച് കളയല്ല പടച്ചോനെ. നമുക്കൊക്കെ ധാരണ ഉണ്ട്, ഞാൻ തൗഹീദ് അംഗീകരിച്ചു, ബിദ്അത്തൊന്നുമില്ല, ഇനി ഞാൻ തെറ്റൂല. ഇല്ല, ഒരുപാട് ആളുകൾ തെറ്റി. നബിക്ക് സലാം പറഞ്ഞ് മുസാഫത്ത് ചെയ്ത ആൾക്കാർ പോലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കൊക്കെ എന്ത് ഗ്യാരണ്ടി ഉള്ളത്? അതുകൊണ്ട് പ്രാർത്ഥന അതൊരു വലിയ കാര്യമാണ്. യൗമുൽ ഹിസാബിനെ പറ്റി, യൗമുദ്ദീനിനെ പറ്റി കൃത്യമായ ധാരണ വെച്ചപ്പെടുത്തുന്ന നല്ലവരായ ആളുകൾ കൂട്ടത്തിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹുവിന്റെ പരലോകത്ത് രക്ഷ ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹുവെ, ദീനിന്റെ വിഷയത്തിൽ പരമാവധി പഠിച്ച കാര്യങ്ങൾ ഉൾക്കൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തി പരലോകത്ത് സ്വർഗം ലഭിക്കാൻ തൗഫീഖ് ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങളെയും മതത്തിൽ നിന്നും സത്യത്തിൽ നിന്നും തെറ്റിച്ച് കളയരുത് നാഥ. അള്ളാഹുവെ, എല്ലാ നിലക്കും നിന്റെ നല്ലവരായ അടിമകളായി ജീവിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബത്തിനെയൊക്കെ പരലോകത്ത് നിന്ന് കണ്ട് സ്വർഗത്തിൽ അവരോടൊപ്പം താമസിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണം റബ്ബേ. റബ്ബേ, ഞങ്ങൾ സംഭവിച്ചു പോയ തെറ്റുകൾ, ഒരുപാട് തെറ്റുകളുണ്ട് റബ്ബേ. ആ തെറ്റുകളെല്ലാം ഞങ്ങൾക്ക് നീ പുറത്തു തരണേ നാഥ. അള്ളാഹുവെ, മനുഷ്യരാണ്, തെറ്റുകളിലേക്ക് പ്രേരിപ്പിക്കുന്ന മനസ്സാണ് നാഥ. എല്ലാ നിലക്കും ഞങ്ങൾക്ക് നിന്റെ മഗ്ഫിറത്തും റഹ്മത്തും ആവശ്യമുണ്ട് റബ്ബേ. അത് തടയപ്പെടുന്നവരാകരുതേ ഞങ്ങൾ റബ്ബേ. നീ ഇഷ്ടത്തോടും താല്പര്യത്തോടു കൂടി
മഗ്ഫിറത്തും റഹ്മത്തും നൽകി നിന്റെ പ്രത്യേകക്കാരായ അടിമകളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തുന്ന റബ്ബേ. റബ്ബേ, നിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് നിന്റെ ഗ്രന്ഥം ഞങ്ങൾ പഠിക്കുന്നത്. അള്ളാഹുവെ, ഈ ഖുർആൻ പഠിക്കുന്ന ആളുകൾക്ക് നീ നൽകുന്ന മുഴുവൻ നന്മകളും ഒന്നുപോലും ചോർന്നു പോവാതെ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ നാഥ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. السلام عليكم ورحمة الله.